വിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹ് ഉളുഹിയത്തിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരെ എന്ന് പറഞ്ഞിട്ട് ഉളുഹിയത്തിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ മുഹമ്മദ് കാക്കപ്പെടും, ഫാത്തിമാത്തപ്പെടൂല എന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ച്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. 47 പുരുഷന്മാരും 3 സ്ത്രീകളും ഒരു മഹല്ലിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ എത്ര സഹോദരിമാരുണ്ടാകും? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ മഹല്ലിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ എത്ര സഹോദരിമാരുണ്ടാകും? ഈ നാട്ടിൽ ഉദയത്തിൽ ചേരുന്നോല് വലിയ വലിയ ബിസിനസ്സുകാർ മാത്രമല്ല, ഓട്ടോറിക്ഷയിൽ പോണോലും റബ്ബർ വെട്ടുന്നോലും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടാൻ പ്രയാസപ്പെട്ടിട്ടും മൗലവി ആകണ കാലത്തല്ലേ കൊടുക്കാൻ പറ്റുക. ലോഡിങ്ങുകാരും ഇവിടെ നാടൻ പണിക്കാരും മുഴുവൻ കൊടുക്കുമ്പം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ടീച്ചർമാരടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം ഉളുഹിയത്തിന് ചേരാതിരിക്കുന്നത് എന്ത് ന്യായമാണെന്ന് മനസ്സിലായി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന അസ്തഖൽ കലാമി കലാമുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അള്ളാഹു ഒരുക്കിയ സ്വർഗത്തിലെത്തിപ്പെടുവാനും നരകത്തിൽ നിന്ന് മോചിതരാവുകയും ചെയ്യുക എന്നതാണ്. ഈ 2 ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വ്യത്യസ്തങ്ങളായ ശ്രേഷ്ഠകരമായ അവസരങ്ങൾ നൽകാറുണ്ട്. നിലവിലുള്ള ജീവിതത്തിൽ നിന്ന് ഒന്നുകൂടി മാറി ചിന്തിക്കുവാനും എന്നിട്ട് നമ്മുടെ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനും അള്ളാഹു ചില പ്രത്യേകമായ അവസരങ്ങൾ നമ്മൾക്ക് നൽകാറുണ്ട്. അതിലേറ്റവും പ്രധാനമായിരുന്നു പരിശുദ്ധ റമദാൻ. ആ റമദാൻ നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. മനസ്സിൽ നമ്മൾ ഇബാദത്തിലൂടെ, ഖുർആനിലൂടെ, പള്ളിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ, ദാനധർമ്മത്തിലൂടെ, ഇഅ്തികാഫിലൂടെ നമ്മൾ സജീവമായിരുന്നു. എന്തിനായിരുന്നു സജീവമായിരുന്നത്? നമ്മുടെ ലക്ഷ്യമായ സ്വർഗത്തിന് വേണ്ടി സജീവമായിരുന്നു. അത് അള്ളാഹു റമദാൻ എന്ന് നമ്മൾക്ക് നൽകിയത് കൊണ്ടാണ് നമ്മൾ സജീവമായത്. ആ റമദാനിന് ശേഷം മനുഷ്യ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ഭക്തി കുറഞ്ഞു വന്നിട്ടുണ്ടാകാം, സൂക്ഷ്മതക്കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അള്ളാഹുവുമായിട്ടുള്ള അടുപ്പത്തിന് ചെറിയ ചെറിയ ചില വിഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ ആരാധനാകർമ്മങ്ങളിൽ ചെറിയ മന്ദീഭവത സംഭവിച്ചിട്ടുണ്ടാകാം. ഇത്തരം പോരായ്മകളെയെല്ലാം പരിഹരിച്ച് വീണ്ടും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകുവാൻ അള്ളാഹു നൽകുന്ന മറ്റൊരവസരമാണ് ഇനി വരാനുള്ള 10 ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ്. അതാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എന്ന് പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്ന വാചകം വളരെ മനോഹരമാണ്. അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമിൽ അശർ.
അള്ളാഹു ഉണ്ടാക്കിയ ദിവസങ്ങളിൽ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്ന് പറയുന്ന 10 തുടർച്ചയായ ദിവസങ്ങൾ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. ഞാൻ ബോധ്യപ്പെടുന്നതിനും മനസ്സിലാകുന്നതിനും പ്രായോഗികമായി ജീവിതത്തിൽ പകർത്തുന്നതിനും വേണ്ടി പറയാണ്, നമ്മൾ പറയുന്ന ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എന്നത് നാളെ ശനിയാഴ്ച മുതൽ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളെക്കുറിച്ചാണ്. അടുത്ത മാസത്തെക്കുറിച്ചോ അടുത്ത വർഷത്തെക്കുറിച്ചോ ഒന്നുമല്ല, നാളെ മുതൽ ഇനിയുള്ള 10 ദിവസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ ദിവസങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 1-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹു സൂചന നൽകിയിട്ടുണ്ട് അതിൻ്റെ ശ്രേഷ്ഠത. നമ്മൾക്കറിയാം 89-ാം അധ്യായം സൂറത്ത് ഫജർ തുടങ്ങുന്ന തന്നെ വൽ ഫജർ വലയാലിൻ അഷർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അഷർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞത് എന്താണ് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നത് വലയാലിൻ അഷർ അൽ മുറാദ് ബിഹ അഷറ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെക്കുറിച്ചാണ് അള്ളാഹു പ്രതിപാദിച്ചിട്ടുള്ളത്. സൂറത്തു ഹജ്ജിൻ്റെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അള്ളാഹു നിശ്ചയിച്ച ഏതാനും ചില ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കണം, അവൻ്റെ ഇസ്മുകൾ നിങ്ങൾ ഉരുവിടണം. ഏതാണ് അയ്യാമുൻ മഅലൂമാത്ത്? വഹിയ അയ്യാമി അൽ അശർ ദുൽഹിജ്ജ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ആ 10 ദിനങ്ങളെയാണ് സൂറത്തു ഹജ്ജിലൂടെയും സൂറത്തു ഫജറിലൂടെയും അള്ളാഹു നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നാളെ മുതൽ ഇനി ലഭിക്കാൻ വേണ്ടി പോകുന്നത്. റമദാനിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ തിരുത്തി അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കുവാനും അള്ളാഹുവിൻ്റെ ഗ്രന്ഥവുമായി കൂടുതൽ സജീവമാകുവാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ നാഥനുമായി പങ്കുവെക്കുവാനും ഒരു സ്പെഷ്യൽ 10 ദിവസങ്ങൾ കൂടി അള്ളാഹു നാളെ മുതൽ നമ്മൾക്ക് നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു സഹാബി വന്നു. പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകനെ, എനിക്ക് സ്വർഗം കിട്ടണം എന്ന് അദമ്യമായ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ പ്രവാചകനോട് ചോദിക്കണേ. ഒന്നാമത്തേത് അയ്യുൽ അഅ്മാലു അഫ്ളൽ യാ റസൂലല്ലാഹ്, സ്ഥിരമായി സഹാബാക്കൾ ചോദിക്കുന്ന ചോദ്യം, നബിയെ, ലോകത്തെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എനിക്ക് യോജിച്ച രൂപത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹി വ റസൂലി, അള്ളാഹുവിലും പ്രവാചകനിലും ശരിക്ക് വിശ്വസിക്കണം, ഈമാൻ ശരിക്ക് ഉൾക്കൊള്ളണം, അതാണ് ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനം. ഉടനെ സഹാബിയുടെ ചോദ്യം, നബിയെ, അത് ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സുമ്മ മാദാ, പിന്നെ പ്രവർത്തി പദത്തിൽ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം ഏതാണ്? പ്രവാചകൻ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, ത്യാഗ പരിശ്രമമാണ്, പോരാട്ടമാണ്, അധ്വാനമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിക്കാൻ, അത് പഠിപ്പിച്ച പ്രവാചകൻ അടുത്തതായി പറയുന്ന വാക്കാണ് പ്രധാനം. മാ അൽ അമലു ഫീ അയ്യാമിൽ അശർ അഫ്ളല മിനൽ അമലി ഫീ ഹാദി, ഇതാ ഈ വരുന്ന ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു പ്രവർത്തനത്തിന് ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു പ്രതിഫലങ്ങളും ശ്രേഷ്ഠതകളും നൽകും. പ്രവാചകൻ പറയാൻ, ബാക്കിയൊരു അമലും ഈ വരുന്ന 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുമായി നിങ്ങൾ യോജിപ്പിക്കരുത്. ഈ 10 ദിവസവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മറ്റേത് പ്രവർത്തനത്തെക്കാളും അള്ളാഹുവിൻ്റെ പക്കൽ ശ്രേഷ്ഠതയുണ്ടാകും. അപ്പോൾ സഹാബാക്കൾ നബിനോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ചെയ്യുന്ന സാധാരണ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ദിക്റുകൾക്ക്, ദുആകൾക്ക്, പള്ളിയുമായിട്ടുള്ള ബന്ധത്തിന്, നോമ്പിന്, നിസ്കാരത്തിന്, ഖുർആൻ പാരായണത്തിന് ഇതിന് കൂലിണ്ടാവുന്നല്ലേ? വലാ അൽ ജിഹാദ്, ജിഹാദിൻ്റെ മോൾക്കൊന്നും പോകൂലല്ലോ, ജിഹാദിൻ്റെ മോളിലൊന്നും പോകില്ലല്ലോ. പ്രവാചകന്റെ വാക്ക് വലാ അൽ ജിഹാദ്, ജിഹാദിനേക്കാളും പുണ്യമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ, എന്നാൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ചെലവഴിച്ചു പോയി, പക്ഷെ അദ്ദേഹം അവിടെ വെച്ച് ഷഹീദായി തിരിച്ചു വന്നില്ല, എങ്കിൽ അയാൾക്കാണ് പ്രതിഫലം കൂടുതൽ, ഷഹീദിനാണ് പ്രതിഫലം കൂടുതൽ. പക്ഷേ ഒരാൾ ഷഹീദായിട്ടില്ലെങ്കിൽ അയാൾ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന യുദ്ധത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലമാണ്
ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഒരാൾ ചെയ്യുന്ന ആരാധനകൾക്ക് അള്ളാഹു നിശ്ചയിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ആവർത്തിക്കുന്നു, നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന ദിവസങ്ങളുടെ ശ്രേഷ്ഠതയാണ് അള്ളാഹുവും പ്രവാചകനും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ചിലപ്പോൾ നമ്മൾ പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഗൗരവമായി ഇതിനെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടോ ഭൂരിപക്ഷം ആളുകൾ ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കൊണ്ടുപോകാറാണുള്ളത്. അതിൽ നിന്നൊരു മാറ്റമുണ്ടാകണം. എന്തുകൊണ്ടാണ്? ജിഹാദിനേക്കാളും പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ദിവസങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ചേർത്ത് വായിക്കാം. മാമിൻ അമലിൻ, നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനം, അസ്കാ ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഅ്ളം, ഏറ്റവും സംശുദ്ധവും ഏറ്റവും കൂടുതൽ പ്രതിഫലവും ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതാണ് എന്നറിയുമോ? മിൻ ഖൈരിൻ യഅമലുഹു ഫി അശ്റിൽ അൽഹാ. നമ്മൾ ദുൽഹിജ്ജയിൽ 10 ദിവസങ്ങളിൽ ഒരാൾ ബോധപൂർവം നല്ല നീയത്തോടുകൂടി സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ അള്ളാഹുവിൻ്റെ പക്കൽ ശ്രേഷ്ഠവും പരിശുദ്ധവുമായ മറ്റൊരു പ്രവർത്തനമില്ല. ആ ദിവസങ്ങളാണ് വരാനുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നരസങ്ങളെ? നമ്മൾ റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ വരുന്നുണ്ട് എന്ന് മിമ്പറിൽ നിന്ന് കേൾക്കുകയും അതിൻ്റെ പുണ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നൊരു തീരുമാനമല്ലേ, ആ തീരുമാനം പോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇനിയുള്ള 10 ദിവസങ്ങൾ നമ്മളും നമ്മുടെ കുടുംബവും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവുമായും അവൻ്റെ ഗ്രന്ഥവുമായും അവൻ്റെ പള്ളിയുമായും അവൻ്റെ ദീനുമായും സജീവമായ ബന്ധം നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കണം. അതെന്താണ്? 10 ദിവസമാണുള്ളത്. ഖത്തം തീർക്കാൻ പറ്റുന്ന ആളുകൾ ഖത്തം തീർക്കണം. ഇനി വേണ്ട, പകുതിയാണ് തീർക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. ഇതാരും, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ചിലപ്പോൾ ഇത്ര ബോധ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ കടയിൽ ആരും ഓതണമെന്നില്ല റമദാന് പോലെ, നമ്മുടെ ഷോപ്പിൽ ആരും റമദാനിനെ പോലെ ഓതണമെന്നില്ല. നമ്മുടെ വീട്ടിലെ ഖുതുബ കേൾക്കാത്ത ഭർത്താവോ ഖുതുബ കേൾക്കാത്ത ഭാര്യയോ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നില്ല. പക്ഷെ കേട്ട നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയാം. അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായ 10 ദിവസമാണ്. ഖുർആൻ കൊണ്ട് സത്യപ്പെടുത്തിയ 10 ദിവസമാണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയ സുവർണാവസരമാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇനി വേണ്ട ഒന്നിനും തീരെ നേരില്ലാത്തവർ ഒരു ദിവസം 1 ജുസ് എങ്കിലും വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു 10 ജുസ് എങ്കിലും തീർക്കണം എന്ന നിയ്യത്തുമായി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഒന്നതാണ്. 2, കഴിവിൻ്റെ പരമാവധി ജമാഅത്തുകൾ നഷ്ടമാകാതെ സൂക്ഷിക്കണം. എല്ലാ ദിവസവും ഉണ്ടാകണം. വിശിഷ്യ ഈ 10 ദിവസങ്ങൾ മഴയുണ്ടാകും, സുബഹി വൈകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട നിയ്യത്താണ്. നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ തഹിയ്യത്തായി, വുളുഇന്റെ 2 റക്അത്തായി, അതുപോലെ പള്ളിയിൽ പ്രവേശിച്ചതിൻ്റെ 2 റക്അത്തായി നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ 10 ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചു തുടങ്ങണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്യണം. ഇസ്ലാമിക ദഅ്വ പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എങ്ങനെയൊക്കെയാണോ സുന്നത്തായ നോമ്പുകൾ നമ്മൾക്കെടുക്കാൻ പറ്റും, നമ്മൾ സജീവമായി എടുക്കണം. എന്തൊക്കെ പുണ്യകർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം ഇനിയുള്ള 10 ദിവസങ്ങളിൽ നമ്മളും നമ്മുടെ കുടുംബവും ബോധപൂർവം ചെയ്യണം. എന്തിനേറെ പ്രവാചകൻ ഹദീസ് അവസാനിപ്പിക്കണം. എങ്ങനെ അറിയോ? മാമിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിൻ അമലിൻ ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നിശ്ചയിച്ച 10 ദിവസങ്ങളാണിത്. അതിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ അങ്ങേറ്റം ഇഷ്ടമാണ്, പുണ്യമാണ്. എന്നിട്ട് പറയട്ടോ, ഒന്നും ചെയ്യാൻ നേരമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, അറ്റ്ലീസ്റ്റ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 3 ദിക്റുകളെങ്കിലും നിങ്ങളൊന്ന് വർദ്ധിപ്പിക്കണമേ. ഈ 10 ദിവസത്തെ നിങ്ങൾ മറ്റുള്ള ദിവസങ്ങളെ പോലെ സാധാ ദിവസങ്ങളായി പരിഗണിക്കരുതേ. ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, പള്ളിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ, ഖത്തം തീർക്കുന്നതിലൂടെ, രോഗിയെ സന്ദർശിക്കുന്നതിലൂടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ കുടുംബത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ ഈ 10 ദിവസങ്ങളെ ഖുർആൻ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിൽ
പ്രവാചകന്റെ ഹദീസുകൾ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിൽ അള്ളാഹു ഏറ്റവും ഉത്കൃഷ്ടമാക്കിയ 10 ദിവസങ്ങൾ നമ്മൾക്ക് വേണ്ടി സാക്ഷി പറയാൻ നമ്മുടെ കുടുംബവും സജീവമാകണം. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അതാണ്. ഈ 10 ദിവസങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ മറ്റൊരു പ്രവർത്തനമാണ്, ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനമാണ് ഉളുഹിയ്യത്ത് എന്നത്, ബലികർമ്മം. നമ്മൾക്കറിയാം ഇസ്ലാമിക ചരിത്രമൊക്കെ, ഒന്നും വിശദീകരിക്കുന്നില്ല, ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയർക്കാൻ വേണ്ടി പറഞ്ഞത് മകനെയാണ്. ഇബ്രാഹിം നബി മകനോട് പറയുന്ന വാക്കെന്തറിയോ? യാ ബുനയ്യ, മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. ഇന്നി അറാ ഫിൽ മനാമി, മോനെ, ഞാനിതാ സ്വപ്നമാകുന്ന വഹയിലൂടെ കണ്ടു. അന്നി അദ്ബഹുക, നിന്നെ ഉളുഹിയ്യത്ത് ചെയ്യാൻ, നിന്നെ അറുക്കാൻ. ഫൻദുർ മാദാ തറ, മോനെ, നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ അഭിപ്രായം എന്താണ്? ബാക്കി ചരിത്രം നമ്മൾക്കറിയാം. പകരമായി അള്ളാഹു നിശ്ചയിച്ചതാണ്, നമ്മൾക്ക് നിശ്ചയിച്ചതാണ് ബലിമൃഗത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗത്തിൻ്റെ ഇസ്ലാമിക ചിഹ്നത്തിൻ്റെ പ്രതീകമായി ബലിയർപ്പിക്കുക എന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമുണ്ടായി, ഫസ്വല്ലി റബ്ബിക വൻഹർ, നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതോടൊപ്പം വൻഹർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ബലികർമ്മം നിർവഹിക്കുകയും വേണം. ഈ ആയത്ത്, ഈ നിർദ്ദേശം ആദ്യമായി പ്രഖ്യാപനത്തിൽ ജീവിതത്തിൽ കൊണ്ടുവന്നത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുനിന്ന് മദീനയിലേക്ക് പോയി 10 കൊല്ലം മദീനത്ത് നബി താമസിച്ചത്, 10 വർഷം. ആ 10 വർഷത്തെ പറ്റി പറയട്ടോ. അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീന 10 സിനീൻ, നബി 10 കൊല്ലം മദീനയിൽ താമസിച്ചു. യുളഹി, 10 കൊല്ലവും നബി ഉളുഹിയ്യത്ത് നിർവഹിച്ചു. 10 വർഷവും നബി ഉളുഹിയ്യത്ത് നിർവഹിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുക്കുന്നതിനെ പറ്റി ഹദീസുകളൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഉളുഹിയ്യത്ത് നിർവഹിച്ചു. ബികബിസൈനി, നബി 2 ആടിനെയാണ് ഒരു തവണ അറുത്തത്. അംലഹൈനി, നല്ല വെളുത്ത തൂവെള്ള നിറത്തിലുള്ള മനോഹരമായ 2 ആടുകളെയാണ് ഒരു തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയ്യത്ത് നിർവഹിച്ചത്. യുസമ്മി വയുകബ്ബിർ, പ്രവാചകൻ അറുക്കാൻ നേരത്ത് ബിസ്മില്ല ചൊല്ലി അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചു. വയുകബ്ബിർ, തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് പ്രവാചകൻ അറുത്തത്. പ്രവാചകൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു. എന്ത്? വൻഹർ, ഫസ്വല്ലി റബ്ബിക വൻഹർ. വിശ്വാസികളെ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് പുണ്യകരമാക്കപ്പെട്ട ബലികർമ്മം കൂടി നിങ്ങൾ നിർവഹിക്കണം. ആ പ്രഖ്യാപനം സഹാബാക്കൾ ജീവിതത്തിൽ പകർത്തി. സഹാബാക്കൾ അതുപോലെ പകർത്തി. ഒട്ടകത്തറുക്കാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്തു. കന്നുകാലികളെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ നിർവഹിച്ചു. ആടിനെ ബലികർമ്മം നിർവഹിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെയും നിർവഹിച്ചു. തീരെ കഴിയാത്തവർ അതിൻ്റെ ഏതെങ്കിലും പകുതി നിർവഹിച്ചു. അങ്ങേറ്റം പ്രയാസമുള്ള ആളുകൾ 7ൽ 1 അതിൻ്റെ ഭാഗമായി മാറി. എന്നിട്ടവർ നമസ്കരിക്കുന്ന സമയത്ത് നെഞ്ചത്ത് കൈകെട്ടി, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരങ്ങൾ, എൻ്റെ പ്രകീർത്തനങ്ങൾ, വനുസുക്കി, എൻ്റെ മുഴുവൻ ബലികർമ്മങ്ങളും, വമഹിയായ മമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവേ നിനക്ക് വേണ്ടിയാണ് എന്നവർ പ്രാർത്ഥിച്ചു. എന്താണ് സഹോദരങ്ങളെ തഫ്സീറുകൾ കാണുന്നതറിയോ? സഹാബാക്കൾ ഓരോ നമസ്കാരത്തിലും ഇന്ന സ്വലാത്തി വനുസ്കി, അള്ളാഹുവേ എൻ്റെ പ്രകീർത്തനങ്ങളും എൻ്റെ ഉളുഹിയ്യത്തും എൻ്റെ ബലികർമ്മവും നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അവർ ആ വർഷം നിർവഹിച്ച ബലിയുടെ ഓർമ്മകൾ അവിടെ ഹൃദയത്തിലേക്ക് വരും. ഉളുഹിയ്യത്തിൻ്റെ ഓർമ്മകൾ അവിടെ ഹൃദയത്തിലേക്ക് വരും. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശം കിട്ടി. നമ്മൾ നമസ്കാരത്തിൽ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നബി നിർവഹിച്ച പോലെ, ഇബ്രാഹിം നബി നിർവഹിച്ച പോലെ, പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന പോലെ, സഹാബാക്കൾ നിർവഹിച്ച പോലെ ഇനി നമ്മൾക്കുള്ള സമയമാണ്. നമ്മൾ അത് നിർവഹിക്കുന്നവരാകണം. കഴിവിൻ്റെ പരമാവധി നമ്മൾ നിർവഹിക്കുന്നവരാകണം. നമ്മൾക്ക് നീയത്തുണ്ടാകണം. നമ്മളതിൻ്റെ ഭാഗമാകണം. നമ്മൾ ഉളുഹിയ്യത്ത് നിർവഹിക്കുന്നവരുടെ ഭാഗമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞത് മകൻ അറുക്കണം എന്നല്ല, അല്ല. പിന്നെയോ മുഴുവൻ സമ്പത്തും നിങ്ങൾ ചെലവഴിക്കണം ഉളുഹിയ്യത്തിന് വേണ്ടി എന്നല്ല. സമ്പത്തിൻ്റെ പകുതി ചെലവഴിക്കണം എന്നുമല്ല.
നമ്മുടെ സമ്പത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം നിങ്ങൾ ഉളുഹിയത്തിന് വേണ്ടി ചിലവഴിക്കണമെന്നാണ്. അത് നിർവഹിക്കുമ്പോഴാണ് ഇബ്രാഹിം നബി നിർവഹിച്ചു കഴിഞ്ഞപ്പോഴേ അള്ളാഹു ആയത്തിറക്കി, വഖദ് സദ്ദഖ്ത റുഇയ. ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ വാക്ക്, ഇബ്രാഹിം എൻ്റെ കൽപ്പന, എൻ്റെ വഹി നീ പൂർത്തീകരിച്ചു, സത്യപ്പെടുത്തി. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരം പുണ്യവാന്മാർക്ക് ഞാൻ പ്രതിഫലങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും, സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. സഹോദരങ്ങളെ, ഈ വാക്ക് നമ്മുടെ മേലും ഉണ്ടാകണം. അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തിന് ബലികർമ്മത്തിലൂടെ പടച്ചതമ്പുരാൻ നമ്മൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിനും തിരിച്ചു നന്ദി കാണിക്കുന്ന വിശ്വാസികളായിട്ട് നമ്മൾ മാറണം. നമ്മൾ അതിൽ പങ്കാളികളാകണം. അവിടെ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്ത ഉണ്ട്. ആ ചിന്ത എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തികമായി വളരെ ടൈറ്റാണ് എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാകുക. എല്ലാവരും ഒരുപോലെ സാമ്പത്തികമായി സുസ്ഥിരതയുള്ളവരാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ആ പറയുന്ന വാക്കിനെ നമ്മളൊന്ന് എടുക്കണം. നമ്മൾക്ക് നമ്മുടെ കുടുംബസമേതം ഒന്നിനറുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ കുടുംബം കൂടി ഒരു ഭാഗത്തിൻ്റെ പകുതിയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഒന്നും കഴിയുന്നില്ലെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ആരാധനാ കർമ്മത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 1, 2 ആൾക്ക് പറ്റുമെങ്കിൽ 2, 3 ആൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കർമ്മമുണ്ടോ? 7 ആളുകൾ കൂടിയിട്ടെങ്കിലും, റസൂലുള്ളാഹിന്റെ നിർദ്ദേശം നിങ്ങൾ ആലോചിക്കൂ, 7 ആള് കൂടിയിട്ടെങ്കിലും നിങ്ങൾ ഒരു ബലികർമ്മം നിർവഹിക്കണം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നിനും കഴിയാത്തവർ 7ൽ 1 ആകാൻ മനസ്സിൽ ആഗ്രഹിച്ച് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗമാകണം എന്നതുകൊണ്ടല്ലേ സോങ്ങളെ 7ൽ 1 നിങ്ങൾ ഭാഗവാക്കാകൂ എന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം. ആ 7ൽ 1 പോലും നമ്മുടെ മനസ്സിൽ എന്താണ്ടാവും? സാമ്പത്തികമായിട്ട് ഭയങ്കര ടൈറ്റ്. സോങ്ങളെ ശരി, സാമ്പത്തികമായ ടൈറ്റാണെന്ന് വെക്കുക. പക്ഷെ അതിൽ മനസ്സിലാകാത്തൊരു കാര്യം എന്താ അറിയോ? നമ്മൾ നമ്മുടെ ആത്മാവിനെ വഞ്ചിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും നമ്മളെ ഈ ടൈറ്റ് ബാധിക്കണില്ല, എന്നെയും നിങ്ങളെയും ബാധിക്കണില്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ടൈറ്റാണ്, ശരി. നമ്മുടെ ഭക്ഷണത്തിൽ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് എന്തെങ്കിലും നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു കുറവ്, ഭക്ഷണം നിർത്തല്ല, കുറവ് വരുത്തിക്കണം. നമ്മൾ ആലോചിക്കുക, നമ്മൾ വാങ്ങുന്ന ഡ്രസ്സിൽ, നമ്മൾ പോകുന്ന യാത്രയിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്ന, നമ്മൾ ചിലവഴിക്കുന്ന കല്യാണങ്ങളിൽ, സൽക്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ടൈറ്റാണ്. അതുകൊണ്ട് കല്യാണം ചെറുതാക്കുക ഇല്ല, ടൈറ്റാണ് അതുകൊണ്ട് സൽക്കാരം മുമ്പത്തെ പോലെയല്ല 2 ഭക്ഷണത്തും നിർത്തുക ഇല്ല. കല്യാണങ്ങൾ നടക്കുന്നു, സൽക്കാരങ്ങൾ നടക്കുന്നു, കേബിളുകൾ വർക്ക് ചെയ്യുന്നു, ഡുവൽ സിം ഫോണുകൾ വാങ്ങുന്നു, നമ്മൾ ഏതെങ്കിലും ഡിസ്പ്ലേ പൊട്ടിയാൽ അടുത്ത ഫോണിലേക്ക് പോകുന്നു, വസ്ത്രത്തിൽ വ്യത്യാസമില്ലാതെയാകുന്നു, ഭക്ഷണത്തിൽ വ്യത്യാസമില്ലാതെയാകുന്നു. 2.5% സക്കാത്തോ സ്വതക്കയോ 7ൽ 1 ഉൽഹിയത്തോ പറയുമ്പം അപ്പം പറയാൻ നോട്ട് നിരോധനത്തിന് ശേഷം ഭയങ്കര ടൈറ്റാണ്, കൊറോണയ്ക്ക് ശേഷം ടൈറ്റാണ്. അത് ഈ ദീനിന്റെ വിഷയത്തിൽ മാത്രം വരുന്നത് അള്ളാഹിനോട് കാണിക്കുന്ന നന്ദികേടാണ്. ഖുർആൻ ഇത് എങ്ങനെയാ പറയണറിയോ? പടച്ചോന്റെ മാർഗത്തിൽ യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിനത്വയ്യിബാതി മാ കസബ്തും, പടച്ചോൻ നമുക്ക് സമ്പാദിക്കാൻ തന്നതിൽ നിന്ന് പടച്ചോൻ പറഞ്ഞ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറഞ്ഞിട്ടല്ല പറയട്ടോ. അതിനുശേഷം ആയത്തിന്റെ അവസാനം അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, ശൈത്താൻ ഉളുഹിയത്തിനെ പറ്റി പറയുമ്പം, സക്കാത്തിനെ പറ്റി പറയുമ്പം, ദീനിന്റെ ഒരു കാര്യത്തിനെ പറ്റി പൈസ ചെലവാക്കാൻ വേണ്ടി പറയുമ്പം ശൈത്താനപ്പം യഇദുകുമുൽ ഫഖർ, പട്ടിണി, ദാരിദ്ര്യം, കട്ടപ്പാട്, ടൈറ്റ് മനസ്സിൽ ഓർമ്മിപ്പിക്കും. മക്കളെ കെട്ടിക്കാണ്ടാവില്ലട്ട് ആ നേരത്ത്, കുട്ടിനെ ചേർക്കാൻ നേരത്തുണ്ട്, യൂണിഫോം വാങ്ങാണ്ടാവില്ലട്ട് ആ നേരത്ത്, ഫീസ് എടുക്കാൻ നേരത്ത് അന്നെങ്ങാനും 35,000 പറയണമെങ്കിൽ ഇപ്പം ഉളിയത്തിന് ഏതായാലും ഒരു 16 രൂപ ചിലവാക്കുകയാണെങ്കിൽ അന്ന് ഭയങ്കര പ്രയാസം. ഇതിങ്ങനെ ശൈത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഖുർആന്റെ ആയത്ത ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. വയഉമുറുക്കും ബിൽ ഫഹ്ശാ, എന്നിട്ട് തോന്നിവാസം ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കും ചെയ്യും. അതെന്താണ്? ഏതെങ്കിലും ഇവിടെ ഒരു ഗാനമേളക്ക് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ 5000 കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ? ആ 5000ന് നമുക്കൊരു ടൈറ്റ് ശൈത്താൻ തോന്നിപ്പിക്കൂല. ഒരു ഡാൻസ് പ്രോഗ്രാമിന് 2500 എഴുതി നമ്മുടെ മനസ്സിൽ ഒരു മോശവും ശൈത്താൻ തോന്നിപ്പിക്കൂല. ഉളുഹിയത്ത് വരുമ്പോ എന്തിനാണ് ഉളുഹിയത്ത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കാൻ? ശൈത്താൻ ഖുർആന്റെ ആയത്താൻ വല്ലാഹു യഇദുകുമുൽ മഗ്ഫിറ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളൻ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹ് നമ്മളോട് പറയുന്നത് പാപമോചനവും അല്ലാഹു ഒരുക്കിയ വിശാലമായ കാരുണ്യവും സ്വർഗവും നമ്മൾക്ക് കിട്ടുന്ന, അതിലേക്ക് പോരാതെ
ശൈത്വാൻ പ്രേരിപ്പിക്കുന്ന പ്രേരണയിലേക്ക് നമ്മൾ എത്തിപ്പോകരുത്. സഹോദരങ്ങളെ, പറ്റുന്ന ആളുകൾ കഴിവിൻ്റെ പരമാവധി, ഒന്ന് പറ്റുന്നവർ ഒന്ന് തന്നെ, രണ്ട് പറ്റുന്നവർ രണ്ടെണ്ണം, എത്രയാണോ നമ്മൾക്ക് പറ്റുന്നത് അത്ര, ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും എല്ലാവരും കൂടി ചെറിയ പൈസ എടുത്താണ്ട് ഒരു ഭാഗമെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നത് മതത്തിൻ്റെ അടയാളാണ്. ഇവിടെ ഒരു കാര്യം സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കൽ നിർബന്ധമാണ്. സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് വളരെ ഇഷ്ടത്തോടു കൂടി ഒരു കാര്യം പറയാൻ. ഓരോ പള്ളികൾ, കേരളത്തിലുള്ള മുഴുവൻ പള്ളികളും ഉളുഹിയത്തിന് ചേർന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പലപ്പോഴും പോകുന്നിടയ്ക്ക് ആ ലിസ്റ്റ് ഇങ്ങനെ നോക്കും. വെറുതെ ക്ലാസ്സുകൾ പോകുമ്പോൾ, ജമാഅത്തിന് പോകുമ്പോൾ ആ ലിസ്റ്റിൽ 100 ആളുണ്ടെങ്കിൽ, വേണ്ട ഒരു 50 ആളുണ്ടെങ്കിൽ 50 ആളിൽ 45 47 പുരുഷന്മാരായിരിക്കും. 3 സ്ത്രീകളുടെ പേര് കാണാം. എൻ്റെ അത്ഭുതം എന്താണെന്നറിയോ? യായുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹ് ഉളുഹിയത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരെ എന്ന് പറഞ്ഞിട്ട് ഉളുഹിയത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ മുഹമ്മദ് കാക്കപ്പെടും, ഫാത്തിമാത്തപ്പെടൂല എന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ച്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. 47 പുരുഷന്മാരും 3 സ്ത്രീകളും ഒരു മഹല്ലിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ എത്ര സഹോദരിമാരുണ്ടാകും? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ. നമ്മുടെ മഹല്ലിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ എത്ര സഹോദരിമാരുണ്ടാകും? ഈ നാട്ടിൽ ഉദയത്ത് ചേരുന്നോല് വലിയ വലിയ ബിസിനസ്സുകാർ മാത്രമല്ല, ഓട്ടോറിക്ഷയിൽ പോണോലും റബ്ബർ വെട്ടുന്നോലും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടാൻ പ്രയാസപ്പെട്ടിട്ടും മൗലവി ആകണ കാലത്തല്ലേ കൊടുക്കാൻ പറ്റുക. ലോഡിങ്ങുകാരും ഇവിടെ നാടൻ പണിക്കാരും മുഴുവൻ കൊടുക്കുമ്പം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരടക്കം ഉളുഹിയത്തിന് ചേരാതിരിക്കുന്നത് എന്ത് ന്യായമാണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു മഹല്ലെടുക്കിൻ, ആ മഹല്ലിൽ ടീച്ചർമാരടക്കം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന സഹോദരിമാർ എത്ര ഉണ്ടാവും? അവർക്കിത് ബാധകല്ലേ? ഈ നാട്ടിലെ സാധാരണ കൂലിപ്പണിക്കാരൻ ചേരുന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് ചേരൽ ബാധ്യല്ലേ? എന്നിട്ട് സഹോദരിമാര് 4 എണ്ണം, ബാക്കി നാട്ടിലെല്ലാവരും അത് ദീൻ പഠിപ്പിച്ചതല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താ അറിയോ? ഞങ്ങളുടെ ഭർത്താക്കന്മാര് ചേരുന്നുണ്ടല്ലോ മൗലവി, അപ്പോൾ അത് ഞങ്ങളിലും പെടൂലേ? പെടും. ഒരു കാര്യം അതിൽ സംഭവിച്ചാൽ മാത്രം, ഇത് സഹോദരിമാരുടെ പറയൽ നിർബന്ധമായതുകൊണ്ട് പറയാൻ, അതെന്താണ്? നിങ്ങൾക്ക് ഇക്കാക്ക കൊടുക്കുന്ന ആ ഉളുഹിയത്തിൽ നിങ്ങളുടെ വക പ്രോത്സാഹനമോ പണമോ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലേ അത് നിങ്ങളുടേത് കൂടി ആവുകയുള്ളൂ. ഇന്ന് ജുമാക്ക് ശേഷം വീട്ടിൽ പോവുക, ഇക്കാക്കനോട് പറ, ഇക്കാക്ക ഖത്തീബ് പറഞ്ഞില്ലേ നമുക്കൊരു ഉളുഹിയത്തിന് ചേരുക. അപ്പൊ ഇക്കാക്ക പറയാൻ, നോക്കടി ഇപ്രാവശ്യം ഭയങ്കര ടൈറ്റാണ് കാക്ക, സാരല്ല, എൻ്റെ ഒക്കെ ഒരു 3500 ഉറുപ്പിക ഉണ്ട്, ബാക്കി നിങ്ങളതും കൂടി കൂട്ടി നമുക്ക് ഒന്നിന് ചേരുക എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉളുഹിയത്തിന്റെ ഭാഗമായി. ഇക്കാക്ക പറയാൻ, ഇക്കാക്ക ഖുതുബൊന്നും കേട്ടിട്ടില്ല, ഉദയത്തിന് ചേർന്നിട്ടില്ല, നോക്കി നമ്മൾ ചേരണട്ടോ. അപ്പം അദ്ദേഹം പറയാൻ, അങ്ങനെയൊക്കെ ചേരേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾ ഖുതുബി കേട്ട കാര്യം, യൂട്യൂബ് കേട്ട കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. എന്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? എന്താ പ്രവാചകന്റെ വാക്കറിയോ? വിശ്വാസികളായ നമ്മൾ അറിയേണ്ടത് പ്രവാചകന്റെ വാക്കാണ്. വിശ്വാസികളെ, ഏതെങ്കിലും ഒരാൾക്ക് മൻകാന ലഹു സഅത്ത്, ഒരാൾക്ക് ഉളുഹിയത്ത് അറുക്കാൻ കഴിവുണ്ടായി, വലം യുദഹി, ഓൻ അതിൻ്റെ ഒന്നും കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ കുറേ ഇറച്ചിട്ടാത്ത ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് ഉളുഹിയത്തിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കഴിവുണ്ടായിട്ടും പിശുക്ക് കൊണ്ട്, പഠിക്കാത്തത് കൊണ്ട്, അവൻ്റെ ജീവിതത്തിൽ ഈമാനിൻ്റെ കുറവ് കൊണ്ട് അവൻ ഉളുഹിയത്തിന് ചേർന്നില്ല, കഴിവുണ്ടായിട്ടും, ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ പെരുന്നാളിന് മുസല്ലയിലേക്ക് വരണം എന്ന് നിർബന്ധമല്ല എന്ന് പ്രവാചകന്റെ വാക്ക്. സഹോദരിമാരെ, നിങ്ങൾ ഇക്കാക്ക പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇക്കാക്കാനെ കൊണ്ട് നിങ്ങൾ അതിൻ്റെ ഭാഗമാക്കി. നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉളുഹിയത്തിൻ്റെ ഭാഗം ഉണ്ടാവും. അല്ലാതെ കാക്ക ചേരുന്ന നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടില്ല, ചേരനെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഉറുപ്പ്യ നിങ്ങളതില്ല, എന്നിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്തക്ക ഇക്കാക്ക പള്ളിക്ക ചേർന്നിട്ടുണ്ടാകും, അതിൽ പേതാലും ഇന്ത്യൻ മക്കളെയും പേര് കാക്ക കൊടുത്തിട്ടുണ്ടാവും. അതെന്ത് ഇബാദത്താണ്? നീയത്തില്ല, അതെന്ത് ഇബാദത്താണ്? ഇത് നമ്മുടെ നാട്ടിൽ തുടരാൻ. അതുകൊണ്ടാണ് സഹോദരിമാർ മനസ്സിലാക്കി, എന്താ അറിയോ, ഉളുഹിയത്ത് പറഞ്ഞാൽ ഞങ്ങൾക്കില്ല. സഹോദരിമാരെ കുറ്റപ്പെടുത്തല്ല, മറിച്ച് ധാരണ മാറണം.
നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അതിലുണ്ടാകണം. നിങ്ങൾക്ക് ഒറ്റക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് കൊടുക്കണം. നിങ്ങൾ മിക്കാക്കയും കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അതിന് മക്കളോടെങ്കിലും പ്രോത്സാഹനം നൽകണം. അല്ലാതെ കാക്ക ചേരുന്നതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ, മകൻ കൊടുക്കുന്നതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ, ഇല്ല. നിങ്ങളുടെ വാക്കുണ്ടാകണം, നിങ്ങളുടെ നീയത്തുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾക്കറിയാം, പട്ടിണി കടന്നോല സഹാബാക്കൾ, പട്ടിണി കടന്നോല് നിസ്കരിക്കാനേ അല്ലാഹു അക്ബർ എന്ന് കെട്ടിയിട്ട് റുക്കൂഇലേക്ക് പോകുമ്പം റുക്കൂഇൽ ഇങ്ങനെ നിൽക്കാൻ ബോഡിക്ക് കാലിന് ബലമില്ലാതെ നേരിട്ട് സുജൂദിലേക്ക് പോകാൻ മാത്രം ബലക്ഷയമുള്ളവർ അവരാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് ചോദിച്ചത് എന്താ ചോദിച്ചറിയോ? ആ വാജിബുൻ ഹിയ. ഇബ്നു ഉമർ, നബീന്റെ ക്ലാസ് നിങ്ങൾ കുറെ കേട്ടിട്ടില്ലേ? ഉളുഹിയത്ത് സത്യത്തിൽ വാജിബാണോ? വാജിബാണോ? അതിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എന്താ നിങ്ങളെ? വാജിബാണെന്നോ സുന്നത്താണോ ഒന്നല്ല മറുപടി. ആ മറുപടിയാണ് മനോഹരം. ആ മറുപടിയാ മനോഹരം. എന്താ മറുപടി അറിയോ? ഖാല, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഉളുഹിയത്ത് അറുത്തിട്ടുണ്ട്. വൽ മുസ്ലിമൂന മിൻ ബഅദിഹി, നബിക്ക് ശേഷമുള്ള മുസ്ലിമീങ്ങളും ഉളുഹിയത്ത് നിർവഹിച്ചിട്ടുണ്ട്. വജറത് ബിഹി അസ്സുന്ന, അവരെല്ലാം പ്രവാചകന്റെ ആ സുന്നത്ത് നിലനിർത്തി ജീവിച്ചവരാണ്. കഴിഞ്ഞുത്തരം. എൻ്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? അതിനർത്ഥം എന്താ? കഴിയുമെങ്കിൽ ഒരു ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, വീട്ടിൽ പോകണം. ഇനിയുള്ള 10 ദിവസങ്ങൾ പുണ്യങ്ങളുടേതാണ്. ആ കൂട്ടത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും നമ്മൾ കൂടണം. എന്നിട്ട് നമ്മുടെ വകയായിട്ട് ഒന്ന് എല്ലാവർക്കും കൂടി കഴിയുന്ന രൂപത്തിൽ നമുക്ക് ചെയ്തൂടെ? പകുതിയെങ്കിലും ചെയ്തൂടെ? 2 എണ്ണെങ്കിലും ചെയ്തൂടെ? ഒന്നുമില്ലെങ്കിൽ ഒരു പങ്കെങ്കിലും 7-1 നമുക്ക് കൂടിക്കൂടെ എന്ന് പ്രവാചകന്റെ സുന്നത്ത്, സഹാബാക്കൾ സുന്നത്ത്, ഇസ്ലാമിന്റെ ഇശിആർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പ്രവാചകൻ പറഞ്ഞ ആ വാചകം മനസ്സിലുണ്ടാവുക. കഴിവുണ്ടായിട്ടും ത്വാഖത്തുണ്ടായിട്ടും കല്യാണങ്ങളും ആഘോഷങ്ങളും യാത്രകളും വസ്ത്രങ്ങളും ഫോണുകളും എല്ലാ കേബിളുകളും ജീവിതത്തിന്റെ ഇഷ്ടപ്രകാരം നിർവഹിക്കുകയും ഒരു ഉളുഹിയത്തിനൊരു ഭാഗം പോലും ആക്കാൻ ആ സമയത്ത് പൈസല്ല എന്ന് കഴിവുണ്ടായിട്ടും ചെയ്യാത്തവൻ പെരുന്നാളിന് വരേണ്ടതില്ല എന്ന് പറയാൻ മാത്രം ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു വിഷയത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എന്നിട്ട് പറ്റുന്നവർ മുഴുവനും അതിന്റെ പങ്കാളികളാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, 1-2 കാര്യം പെട്ടെന്ന് പറയാം. ഒന്നാമത്തേത്, നമ്മുടെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പുണ്യകരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഏത് ഇബാദത്തുകളും സജീവമായിട്ട് നമുക്ക് നിലനിർത്താം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നിയ്യത്തുണ്ടാകണം. സാധാ ദിവസമാക്കി മാറ്റരുത്. നമ്മളെ മക്കളോടും ഹോസ്റ്റലിലോ ഗൾഫിലൊക്കെ ഉള്ള മക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ ഖുർആൻ കുറച്ചും കൂടി ഓതണട്ടോ, പറ്റുമെങ്കിൽ ഖത്തം തീർക്കണട്ടോ, പറ്റുമെങ്കിൽ സുന്നത്ത് നോമ്പൊക്കെ എടുക്കണട്ടോ എന്ന് പറയണം. ഇതിൽ ഒരു ചെറിയൊരു ഭാഗം, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ തുടർച്ചയായി 9 ദിവസം നോമ്പ് നോൽക്കുക എന്നത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നമ്മൾ ശരിക്കറിയണം, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടു വരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആരാധനാകർമ്മം നമ്മുടെ ജീവിതത്തിൽ പാലിക്കണമെന്നില്ല. എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 തുടർച്ചയായി, മറിച്ച് ഒരു ഹദീസ് വന്നത് ദുർബലമാണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അടിയിൽ ഇത് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കാം എന്ന് പറയുന്ന ഉലമാക്കൾ തന്നെ തുടങ്ങുന്നത് ഈ ഹദീസിൻ്റെ റിപ്പോർട്ട് ദുർബലമാണെങ്കിലും 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ പുണ്യത പരിഗണിച്ചുകൊണ്ട് നമ്മൾക്ക് നിർവഹിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ അത്തരം പരാമർശങ്ങൾ മതപരമായി ഒന്നുകൂടി സൂക്ഷ്മത കുറവാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അഖ്ശാമിൻകും വത്തഖാമിൻകും. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഭാഗട്ടോ, അന അഖ്ശാമിൻകും, വിശ്വാസികളെ ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ഖുശൂ ഉള്ളവൻ. വ അന അത്ഖാമിൻകും, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവൻ. ഈ 2 വാക്ക് മറക്കരുത്. നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും ഭക്തിയിലുള്ളവൻ. നബിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും കൂടുതൽ ഖുശൂഉള്ള ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 മുതൽ 9 വരെ തുടർച്ചയായി നോമ്പ് നോറ്റത് പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റ പോലെ അതിൻ്റെ ഇടയിൽ 1 വിട്ട് 1 കഴിഞ്ഞ് 3, 5 അങ്ങനെ നോമ്പ് നോൽക്കുക. അതിനിടയ്ക്ക് വരുന്ന വ്യാഴം തിങ്കൾ നോമ്പ് നോൽക്കുക. അറബി മാസത്തിലെ 3 നോമ്പുകൾ നോക്കുക. ഇതൊക്കെ നോക്കാം.
പക്ഷേ തുടർച്ചയായിട്ടൊമ്പത്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മൾ ഖുതുബി പറഞ്ഞില്ലേ, 10 കൊല്ലം മദീനത്ത് താമസിച്ചു. 10 കൊല്ലം. ആ 10 കൊല്ലം ദുൽഹിജ്ജ 10 ദിവസം ഉണ്ടല്ലോ, 10 കൊല്ലം ഉണ്ടല്ലോ. ആയിഷ റളിയല്ലാഹുവിൻ്റെ വാക്കാട്ടോ, മാ റഅയ്തു, നബിൻ്റെ ഭാര്യയാണ്, മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഇമൻ ഫി അശരിൽ ഖത്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഈ പറയുന്ന രൂപത്തിൽ തുടർച്ചയായി നോമ്പ് വെച്ചത് ഞാൻ കണ്ടിട്ടില്ല. നബിൻ്റെ ഭാര്യ. 2 ഹദീത്താണ്, രണ്ടും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അതുകൊണ്ട് നോമ്പ് വർദ്ധിപ്പിക്കണം, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം, എല്ലാം ചെയ്യണം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. സാധാരണ ദിവസമായിട്ട് പരിഗണിക്കരുത്. എന്നാൽ തുടർച്ചയായി 9 ദിവസം നോമ്പുണ്ടോ എന്ന വിഷയത്തിൽ പ്രാമാണികമായി ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ അധ്വാനവും പ്രാർത്ഥനയും ഒക്കെ വഴി നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വന്നു. അൽഹംദുലില്ലാ, പടച്ചോനെ 1000 തവണ നമ്മൾ സ്തുതിക്കണം. കാരണം ഏറ്റവും താഴെ നിന്ന് അള്ളാഹു ഏറ്റവും ഉയരങ്ങളിലേക്ക് നമ്മുടെ അധ്വാനവും പ്രാർത്ഥനയും എല്ലാ മനുഷ്യരുടെയും ആത്മാർത്ഥമായ പ്രവർത്തന ഫലവും കൊണ്ട് എത്തിച്ചു. അൽഹംദുലില്ലാ. ഇനി നമ്മൾക്കറിയാം എന്തായിരുന്നു നമ്മളെല്ലാവരും ആഗ്രഹിച്ച്, അതിലേക്കും അള്ള തന്നെ എത്തിക്കും. ഇന്നഹു ഹുവ അൽഹക വ അബ്ക, അള്ളയാണ് ചിരിപ്പിക്കുന്നവൻ, അള്ളയാണ് കരയിപ്പിക്കുന്നവൻ. അതുകൊണ്ട് നമ്മൾക്കെന്താ ചെയ്യാൻ പറ്ററിയോ? ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് അധ്വാനിച്ച് എവിടെ നിന്നാണ് എവിടേക്കാണ് എത്തിയതെന്ന് ആലോചിച്ച് നോക്കണം. ഭരണഘടന വരെ തിരുത്തുന്നതിൽ നിന്ന് പടച്ചോൻ അത്തരം മുഴുവൻ സംവിധാനങ്ങളെയും ഇല്ലായ്മ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയില്ല എന്ന പ്രതീക്ഷയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടെത്തിച്ചു. അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ വാക്ക് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന വാക്കാണ്, വലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വ ആമനഹും മിൻ ഖൗഫ്. ആമനഹും മിൻ ഖൗഫ്, പേടിയുണ്ടായതിൽ നിന്ന് സമാധാനം അള്ള നൽകി. പട്ടിണിയാകുമോ എന്നുള്ളതിൽ നിന്ന് പടച്ചോൻ ജീവിക്കാനുള്ള കരുത്ത് നൽകി. അതുകൊണ്ട് വലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ചെയ്യേണ്ടത് പടച്ചോനോട് മാത്രം ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് പടച്ചോനോട് കൂടുതൽ അടുത്ത് സജീവമാവുക. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഭരണപരമായ കാര്യങ്ങൾ സജീവമായി നിർവഹിക്കുക, പടച്ചോനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഈമാനുള്ളവരാകുക. ബാക്കി അള്ളാഹു നിലനിർത്തും. അതിലൊരു ഭയവും നമ്മൾക്കുണ്ടാകേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഇതുവരെ എത്തിച്ച നാഥൻ ബാക്കി കൂടി പൂർത്തീകരിക്കും. നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ വിനയാന്വിതരായിട്ട് മാറുക. ഉളുഹിയത്തിന് ചേരാൻ പറ്റുന്നവർ പരമാവധി അതിൻ്റെ ഭാഗമാവുക. സഹോദരിമാരെ, നിങ്ങൾക്കതിൻ്റെ കൂലി കിട്ടണം, നിങ്ങളും അതിൻ്റെ ഭാഗവാക്കാകണം. നമ്മുടെ നാട്ടിൽ ചേരുന്ന ഓരോരുത്തരെയും നിങ്ങൾ ഈ ഭാരവാഹികളോട് ചോദിച്ചു നോക്കൊണ്ടിൻ. പാപങ്ങൾ എത്രയോ ചേരുന്നുണ്ട്. നമ്മുടെ ആഭരണങ്ങളും നമ്മുടെ വരുമാനവും നമ്മുടെ അക്കൗണ്ട് കിടക്കണ പൈസയും വെച്ചിട്ട് ഇതൊക്കെ ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞതാണ് എന്ന് ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുള്ളതിൽ 10-35 കൊല്ലം പോയിട്ടുണ്ടാവും. നമ്മുടെ ജീവിതം രണ്ടാമത് തുടങ്ങുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി നമ്മൾ ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവി അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ റഹ്മാനായ നാഥ നീ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഈ രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന നല്ല അന്തരീക്ഷം നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ നിന്ന് വിദേശങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയ ഒരുപാട് സാധുക്കളായ മനുഷ്യർ റഹ്മാനായ നാഥ നീ അവർക്കെല്ലാം അവരുടെ വരുമാനങ്ങളിൽ ബർക്കത്ത് ചൊരിയണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ മക്കളെ അവർ നന്നായി പഠിക്കുവാനും ഹലാലായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യങ്ങളിലേക്ക് എത്തിച്ചേരാനും നാഥ നീ അവർക്ക് തൗഫീക്ക് നൽകണമേ. റഹ്മാനെ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.